പിതാവ് ഒരു തൃശ്ശൂർ രൂപത അംഗമാണ്. അപ്പോൾ പിതാവിന്റെ ഒരു മുൻഗാമിയാണ് തട്ടിൽ പിതാവ്. അപ്പോൾ അതിന്റെ ഉള്ള ഒരു സന്തോഷം എന്താണ്? വളരെയേറെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ഒരു വലിയ പരിപാലനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്റെ മുൻഗാമി എന്നുള്ളത് മാത്രമല്ല, ഞങ്ങള് നാളില് ഒരു ഇടവക എന്ന് തന്നെ പറയാം, ഒരു ഇടവകക്കാരായിരുന്നു. അന്ന് മുതലുള്ള ഒരു സൗഹൃദവും സ്നേഹവും എല്ലാം ഉണ്ട്. പരിശീലനത്തില് പിതാവായിരുന്ന സമയത്ത് ഞാനും ഒരേ സമയത്ത് ഞാൻ അന്നൊരു ഓൾട്ടർ ബോയ് മാത്രമാണ്. അന്ന് മുതലുള്ള സൗഹൃദമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് സെമിനാരിയിൽ മേരിമാത മേജർ സെമിനാരി തൂങ്കുഴി പിതാവ് സ്ഥാപിച്ചപ്പോൾ അത് വിഭാവനം ചെയ്തതും അതിന്റെ ആദ്യത്തെ റെക്ടറച്ചനും പ്രിയപ്പെട്ട തട്ടിൽ പിതാവാണ്. അതുപോലെ അവിടുത്തെ ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ പേര് നിർദ്ദേശിച്ചത് തന്നെ തട്ടിൽ പിതാവാണ്. അങ്ങനെ ആ മേരിമാത സെമിനാരിയിൽ സഹപ്രവർത്തകർ എന്ന നിലയിൽ വലിയൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പിതാവ് അതിന്റെ ആദ്യ റെക്ടറായിരുന്നു. ഞാൻ അവിടെ റെക്ടറായിരിക്കുമ്പോഴാണ് മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം ഇനി മുതൽ എൻ്റെ വ്യക്തിപരമായിട്ടോ തൃശ്ശൂർ രൂപതയുടെയോ ഒന്നുമല്ല, സീറോ മലബാർ സഭയുടെ സ്വന്തമാണ്. സീറോ മലബാർ സഭയിലെ എല്ലാവരെയും വേറെ വിഭാഗീയതയ്ക്കോ തെക്ക് വടക്കുകൾക്കോ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എല്ലാവരോടും സൗഹാർദ്ദം പുലർത്തുന്ന നല്ല ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സഭ നമുക്ക് തന്നിരിക്കുകയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ പരിപാലനയ്ക്ക് പ്രത്യേകം നന്ദി പറയാണ്. സിനഡ് പിതാക്കന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആത്മാവിന്റെ പ്രവർത്തനം ഇനിയും പിതാവിൽ തുടർന്ന് സഭ മുഴുവനും വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.